ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്ക് ആയിട്ടോ ഇടവേളകളിലെ ഡ്രിങ്ക് ആയിട്ടോ ഉപയോഗിക്കാവുന്ന ഹെൽത്തി ഈസി റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈ പാനീയം തയ്യാറാക്കാനായിട്ട് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ക്യാരറ്റും റാഗി അഥവാ പഞ്ഞിപ്പുല്ലുമാണ് എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ പല ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇതിൻ്റെ രുചിയും ഗുണവും വർദ്ധിപ്പിക്കാം. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം 1 ടീസ്പൂൺ സബ്ജാ സീഡ് 1/4 കപ്പ് വെള്ളത്തിൽ കുതിരാനായിട്ട് മാറ്റി വെക്കുക. അതുപോലെ 1 ക്യാരറ്റ് ക്ലീൻ ആക്കിയിട്ട് ഗ്രേറ്റ് ചെയ്തും മാറ്റി വെക്കുക. ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ക്യാരറ്റ് ചെറുതായിട്ടും അരിഞ്ഞെടുത്താൽ മതി. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ഒരു ബൗളിലേക്ക് ഇടുക. അതിലേക്ക് 1/4 കപ്പ് വെള്ളമൊഴിച്ച് കട്ടകളില്ലാതെ നന്നായിട്ട് കലക്കിയെടുത്ത് അതും മാറ്റി വെക്കുക. ഇവിടെ ഞാൻ 2 ഗ്ലാസ് ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. ഇനി ഇത് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് വെള്ളമൊഴിക്കുക. കൂടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ഇടുക. താല്പര്യമുള്ളവർക്ക് ക്യാരറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കാം, വേവിക്കാതെയും അരച്ചെടുക്കാം. പല രീതിയിൽ ഇത് ഉണ്ടാക്കാം. എന്നാൽ ഇങ്ങനെ ആകുമ്പോൾ ഒരു പാത്രം മതിയാകും. ഇനിയും വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന റാഗി മിക്സ് വീണ്ടും ഒന്നുകൂടെ കലക്കിയിട്ട് ഇതിനകത്തേക്കിട്ട് വേവിച്ചെടുക്കുക. 2 മിനിറ്റെങ്കിലും ഇത് വേവിക്കണം. റാഗി മിക്സ് ഇട്ട് കഴിയുമ്പോൾ പിന്നെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. റാഗി കുറച്ച് കുറുകി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂട് മാറാനായിട്ടിത് മാറ്റി വെക്കണം. അടുത്തതായിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് 1/4 കപ്പ് കാഷ്യൂ നട്ട്സ് ഇടുക. കാഷ്യൂ നട്ട്സിന് പകരം നിലക്കടല വേണേലും ഇടാം. പിന്നെ ഇവിടെ മധുരത്തിന് ആവശ്യമായ ഈന്തപ്പഴവും, പിന്നെ കൂടുതൽ മധുരം താല്പര്യമുള്ളവർക്ക് ഷുഗറൊക്കെ ആഡ് ചെയ്യാം. എന്നാൽ ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. ഈന്തപ്പഴവും കൂടി ഇട്ടതിന് ശേഷം ഇതിനകത്തേക്ക് ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്ക കൂടി ഇടാം. എന്നിട്ട് ചൂട് മാറിയ റാഗി മിക്സ് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. 2 ബാച്ചായിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. നന്നായി അരച്ചതിന് ശേഷം ഒരു വലിയ ജാറിലേക്ക് ഇതൊഴിക്കുക. കൂടെ കുതിർത്ത് വെച്ചിരിക്കുന്ന സബ്ജാ സീഡും കൂടെ ഇതിലേക്ക് ഇടുക. സബ്ജാ സീഡ് ഇട്ട് നല്ലവണ്ണം ഇളക്കുക. അതിനുശേഷം ഇത് തണുപ്പിച്ചോ തണുപ്പിക്കാതെയോ ഒക്കെ ആയിട്ട് ഈ ഹെൽത്തി ഡ്രിങ്ക് ഉപയോഗിക്കാം. ഈ ഡ്രിങ്ക് ഞാൻ 2 ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ആൽമണ്ട് ഫ്ലേക്സും പംകിൻ സീഡും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ കൂടെ നട്ട്സ് കൂടെ ഒക്കെ ഇട്ട് കഴിക്കാമെങ്കിൽ നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. ഈ ടേസ്റ്റി ഹെൽത്തി സിമ്പിൾ ഡ്രിങ്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.